അമ്മ വികാരങ്ങൾക്കും അപ്പുറമാണ്. അമ്മ മാത്രമല്ല, അച്ഛനും അങ്ങനെ തന്നെ. അമ്മയുടെ ഉള്ളിലെ വിഷമങ്ങൾ മായുന്നതും ജീവിതത്തിൽ കുറച്ചൊക്കെ പക്വതയും ഉത്തരവാദിത്വവും ഒക്കെ തോന്നുന്നത് സ്വന്തമായി ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ആയിരിക്കുമല്ലേ. ഒരമ്മയ്ക്ക് അവരുടെ കുഞ്ഞ് അത്രയും പ്രിയപ്പെട്ടതാണ്. എന്നാൽ സ്വന്തം കുഞ്ഞിനെ എങ്ങനെ ഒരു അമ്മയ്ക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. സാഹചര്യങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കുന്നവർ ഒരുപാടുണ്ട്. എന്നാലും ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ സാധിക്കുന്നു എന്നതാണ് ചോദ്യം. അങ്ങനെ ഉപേക്ഷിച്ചു പോകുന്നവർ നിരവധിയാണ്. അത്തരത്തിൽ 4-ാം മാസത്തിൽ അനാഥാലയത്തിൽ ആരോ ഉപേക്ഷിച്ചു പോയതാണ് ദിയ എന്ന കുഞ്ഞി പെൺകുട്ടിയെ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് അന്നത്തെ ആ 4 മാസക്കാരി ഇന്ന് ഡോക്ടർ ആവുന്നതിന്റെ പടിക്കലാണ്. അനാഥാലയത്തിൽ ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ദയയ്ക്ക് വെറും 4 മാസം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ദയയുടെ ജീവിതം മാറുന്നത് അവിടെ വെച്ചാണ്. അമ്മയുടെ കരുതലും സ്നേഹവും നഷ്ടപ്പെട്ടെങ്കിലും ആ അനാഥാലയത്തിലെ പരിപാലകരും കുട്ടികളും ഒരുമിച്ച് അവളുടെ ആഗ്രഹത്തിന് ഒപ്പം കൂടി. അവിടെ താമസിച്ചിരുന്ന സ്ത്രീകൾ ദയയ്ക്ക് അമ്മയായി. അവരാണ് അവളെ വളർത്തിയതും ഭക്ഷണം കൊടുത്തതും പഠിപ്പിച്ചതും അവൾക്ക് വേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുത്തതുമെല്ലാം. ദയയുടെ കണ്ണിൽ അമ്മയുടെ സ്നേഹം നഷ്ടമായിരുന്നുവെങ്കിലും അനാഥാലയത്തിലെ സ്നേഹം ഒരിക്കലും കുറഞ്ഞില്ല. ദയ എന്ന പേര് പോലും അവളെ സ്നേഹിച്ച ആ കുടുംബമാണ് നൽകിയത്. അതുപോലെ അവളുടെ കരുതലും സ്നേഹവുമാണ് ദയയെ ശക്തിയായി വളരാൻ സഹായിച്ചത്. അവളുടെ അമ്മ ഒരു ദിവസമെങ്കിലും മക്കളെ തേടി തിരികെ വരുമെന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ആ അമ്മ മക്കളെ തേടിയെത്തിയില്ല. ദയയ്ക്ക് ജന്മം തന്ന അമ്മ ആരെന്നറിയില്ലെങ്കിലും അവൾ ഒറ്റപ്പെടൽ അറിഞ്ഞിട്ടില്ല, അറിയിച്ചില്ല എന്ന് വേണം പറയാൻ. ഒരുമിച്ചിരുന്ന കുട്ടികൾ സഹോദരങ്ങളായി, പരിപാലകർ രക്ഷകർത്താക്കളായി. ഞാൻ ഒരുപാട് പേരുടെ മക്കളാണ് എന്ന ബോധ്യത്തോടെയാണ് അവൾ വളർന്നത്. ചെറുപ്പം മുതലേ ഡോക്ടർ ആകണം, രോഗികളെയും പ്രത്യേകിച്ച് ചികിത്സ കിട്ടാതെ വേദനിക്കുന്ന കുട്ടികളെയും സഹായിക്കണമെന്നതായിരുന്നു അവളുടെ സ്വപ്നവും ലക്ഷ്യവും. അതിനുവേണ്ട പൂർണ്ണ പിന്തുണ അവൾക്ക് അനാഥാലയത്തിൽ നിന്ന് ലഭിച്ചു. ആ സ്നേഹവും പിന്തുണയുമാണ് അവളെ മുന്നോട്ട് നയിച്ചത്. അതാണ് ദയയെ ആത്മവിശ്വാസത്തോടെ ഭാവിയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാക്കി മാറ്റിയത്. വഴിമധ്യേ പല വെല്ലുവിളികളും പരാജയങ്ങളും വന്നെങ്കിലും അവൾ പുറകോട്ടില്ലാതെ മുന്നോട്ട് നടന്നു. അനവധി കുഞ്ഞുങ്ങൾ ചികിത്സ കിട്ടാതെ വേദനിക്കുന്നു. അവരുടെ പക്കൽ നിന്നാൽ മാത്രമേ എന്റെ ജീവിതത്തിന് അർത്ഥമുള്ളൂ എന്നായിരുന്നു അവളുടെ ദൃഢനിശ്ചയം. ഒടുവിൽ ദയയ്ക്ക് വിദേശത്ത് പഠിക്കാനുള്ള അവസരം ലഭിച്ചു. ജോർജിയയിലെ ടീച്ചിങ് യൂണിവേഴ്സിറ്റി ഓഫ് ജോമെഡിൽ MBBS പ്രവേശനം നേടി. അവളുടെ ജീവിതകഥയറിഞ്ഞ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഫീസും ഒഴിവാക്കി നൽകി. ഇതോടെ ആലപ്പുഴ ജില്ലയിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിദേശത്ത് മെഡിക്കൽ പഠനത്തിന് പുറപ്പെടുന്ന ആദ്യ പെൺകുട്ടിയായി ദയ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവളുടെ ലക്ഷ്യം വ്യക്തമാണ്. ശിശുരോഗ വിദഗ്ധയായി മാറി ചികിത്സ ലഭിക്കാതെ വേദനിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം നൽകുക. ദയയുടെ ജീവിതം മാതാപിതാക്കൾ ഉപേക്ഷിച്ചാലും പരിശ്രമവും പിന്തുണയും ഉണ്ടെങ്കിൽ സ്വപ്നങ്ങൾ നേട്ടങ്ങളാകുമെന്ന് തെളിയിക്കുന്നതിന് ഉദാഹരണമാണ്. അവളുടെ യാത്ര ആ അനാഥാലയത്തിൽ വളരുന്ന മറ്റു കുട്ടികൾക്ക് കൂടി പ്രചോദനമാണ്.